പഞ്ചഭൂതങ്ങളാൽ ബന്ധിതമായ ശരീരം പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചപ്രാണനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നടത്തുക. കാരണമെന്ന് പറയുന്നതായിട്ടുള്ള കണക്ഷൻ സ്ഥൂലത്തിനുണ്ട് എങ്കിൽ അത് ആള് ജീവനോടെ ഉണ്ട്, പക്ഷേ കോമ സ്റ്റേജിലാണ്. സ്ഥൂലം സൂക്ഷ്മവും കണക്ഷനാണ്, കാരണം കട്ടായി. പിന്നെന്താ, അപ്പൊ ആളി എത്തും. ശരി, പ്രേതം എന്ന് കേൾക്കുമ്പോൾ എനിക്കും പേടിയാട്ടാ. പക്ഷേ പ്രേതം ഒരാളുടെ ശരീരത്തിൽ കയറിയിട്ട് അവർക്ക് ദ്രോഹിക്കണം എന്ന് തോന്നുന്നവരെ ദ്രോഹിക്കുക, വേണമെങ്കിൽ കൊലപ്പെടുത്തുക, കൂടുതൽ സിനിമകളിലാണ് നമ്മൾ കാണുന്നേ. ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റുമോ ശരിക്കും? നല്ല ചോദ്യമാണ്. ഇപ്പോൾ ഒരാളെ കൊല്ലാൻ പ്രേതം കയറണമെന്ന് നിർബന്ധമില്ല, അല്ലേ? സ്വബുദ്ധിയോടുകൂടി ഒരാൾക്ക് ചെയ്യാം. അപ്പം നമ്മൾക്ക് ഈ പ്രേതം എന്ന് പറയുന്ന വിഷയം, ഫസ്റ്റ് ഈ പ്രേതം എന്ന് പറയുന്ന വിഷയം എന്താണ് എന്നൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ഓരോ ചോദ്യത്തിനും മറുചോദ്യങ്ങളാ പുറകിലേക്കാ പോവുക. അങ്ങനെയെങ്കിൽ ജ്യോതിഷ സ്വഭാവത്തിൽ നിന്ന്, കാരണം ഈ ഏറ്റവും കൂടുതലും പ്രേതത്തെ ഉണ്ടാക്കുന്ന ജ്യോതിഷികളാണ്. ഗുളികൻ, പിന്നെ ദുർമൃതി പ്രേതം, ചാവ്, കന്നിച്ചാവ്, ഇങ്ങനെ മാറുത, ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. നമ്മൾ ജ്യോതിഷ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയാം. 9 ഗ്രഹങ്ങൾ, 12 രാശികൾ. ഈ 9 ഗ്രഹങ്ങളും 12 രാശികളെയും ആസ്പദമാക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവലംബിക്കേണ്ടത്. അപ്പോൾ ജ്യോതിഷം അറിയുന്നവർക്ക് 12 രാശികളെ വളരെ വ്യക്തമായിട്ട് ത്രികോണമെന്ന് തിരിക്കപ്പെട്ടിട്ടുണ്ട്. ത്രികോണം കേട്ടിട്ടുണ്ടോ? ത്രികോണം, അതെ. അതായത് കേന്ദ്രം, ത്രികോണം, ഇങ്ങനെ വിധത്തിലാണ് പറയാം. കേന്ദ്ര, ത്രികോണ, സൗഹൃദാഭീഷ്ടം, ഇങ്ങനെ 3 വിധത്തിലുണ്ട് രാശികൾക്ക്. അതിൽ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരു രാശി, ഏതൊരു രാശിയാണോ അതിൻ്റെ 4-മത്തെയും 7-മത്തെയും 10-മത്തെയും രാശിയാണ്. അതേപോലെ തന്നെ ത്രികോണം, അത് ഒരു രാശി, ഏത് രാശി ആയിക്കോട്ടെ, ഏത് ഭാവമായിക്കോട്ടെ, ആ ഭാവത്തിൽ നിന്നും അതിൻ്റെ 5-മത്തെ ഭാവമാണ്. ഉദാഹരണം പറഞ്ഞാൽ 1-മത്തെ ഭാവം എടുക്കാം, ലഗ്നം. 1-ാം ഭാവത്തിൻ്റെ 5-ാം ഭാവം 1, 2, 3, 4, 5. അതിൻ്റെ 5-ാം ഭാവമോ 5, 6, 7, 8, 9, അല്ലേ? അപ്പോൾ 1, 5, 9 ഇതാണ് ത്രികോണം. ഇന്ന് ജ്യോതിഷത്തിൽ പഠിപ്പിക്കുന്നത് ത്രികോണം എന്താ, അത് ഒരു രാശിയുടെ അല്ലെ ഒരു ഭാവത്തിൻ്റെ 5, 9 ഭാവങ്ങളാണ്. ഇത്ര പഠിപ്പിക്കുള്ളൂ. ഇതെന്തിനുപയോഗിക്കുന്നു എന്നുള്ളതില്ല, അറിയില്ല. അങ്ങനെ വരുമ്പം നമ്മുടെ ഈ യൂണിവേഴ്സിൻ്റെ ഒരു ഫോർമേഷനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. 3 ലോകങ്ങൾ മുഖ്യമായിട്ട്. അതിനകത്ത് ഈ പ്രകൃതിയിൽ കാണുന്നതെല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്, അതും കൺഫേംഡ് ആണ്. പഞ്ചഭൂതങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. 5 ഇന്ദ്രിയങ്ങൾ ശരീരത്തിനകത്തേക്ക് പോയാൽ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിൽ നിന്ന് പറയുമ്പോൾ 5 പ്രാണൻ, പിന്നെ ഇവിടെ മുഖ്യ പ്രാണൻ എന്ന് പറയും. മൊത്തം ദശപ്രാണന്മാരാണുള്ളത്. പ്രാണൻ 10 എണ്ണം വന്നെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ 10 ഉണ്ട്. ഓക്കെ, 12 രാശി പ്ലസ് 10 ഇൻറ്റു 12 120 ആയുസ് മനുഷ്യന്. അതിന് മുകളിലോട്ട് 3600 വരെ എടുക്കണം. 3600 അല്ല, അതിന് മുകളിലേക്കും പോകും. കാരണം വൃക്ഷങ്ങളൊക്കെ അത്രയും പഴക്കമുള്ളത് വരെയാണ് ഞാൻ കണ്ടെത്താനോ അനലൈസ് ചെയ്ത് പോയപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളത്. 3600 വർഷം തികഞ്ഞിട്ടുള്ളതെന്നില്ല. അതായത് 360 ഡിഗ്രിയാണ് ഈ ഭൂഗോളം മൊത്തം. അപ്പം 360 പൂർത്തീകരിക്കുന്ന ഒരു സംഖ്യ ആയിരിക്കും എന്തിനും ഉണ്ടാവുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. 12 രാശികളും ഒപ്പം തന്നെ 10 പ്രാണന്മാരും കൂടി ചേർന്നാൽ 120 വയസ്സ് ആയുസ് കൊടുക്കുന്നുണ്ടാവും മാക്സിമം. അത് 2 ആയാൽ 240, 3 തലത്തിലേക്ക് പോകുമ്പോൾ 360 കംപ്ലീറ്റഡ്. അത് വീണ്ടും അതിന് ഒരു ജന്മം എടുത്താൽ വീണ്ടും നീണ്ടു നിൽക്കുന്ന എന്ത് ചൈതന്യങ്ങൾ ഉണ്ടാവും, അല്ലേ? അത് പ്രകൃതിയിൽ മരങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 5 പഞ്ചഭൂതങ്ങളാൽ ബന്ധിതമായ ശരീരം പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചപ്രാണനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നടത്തുക. പഞ്ചപ്രാണൻ എവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? പഞ്ചേന്ദ്രിയം എവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? പഞ്ചഭൂതം എവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അപ്പോൾ കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോകുമ്പോൾ, വേദങ്ങളിലേക്ക് വരുമ്പോൾ, ഈ കാണപ്പെടുന്നതെല്ലാം സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇങ്ങനെ 3 കണക്ഷനാണ്. സ്ഥൂലം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫിസിക്കൽ ബോഡി. സൂക്ഷ്മം എന്ന് പറയുന്നത് ഓറ, എനർജി ബോഡി. അതിനെ മനസ്സെന്ന് വേണമെങ്കിലും വിളിക്കാം.
കാരണം എന്ന് പറയുന്നതാണ് ആത്മചൈതന്യം, പരബ്രഹ്മം, കോസ്, ഇങ്ങനെ എടുക്കാം. അപ്പം ഇതിൻ്റെ മൂന്നിൻ്റെയും കണ്ടിന്യൂസ് കണക്ഷനാണ് ഒരാൾ ജീവനോടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അതാണ് ത്രികോണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓടി നടക്കുന്നത് സാമ്പത്തിക വിഷയം. ഒരുവൻ്റെ ജാതകത്തിൽ 2ാം ഭാവത്തിൻ്റെ ത്രികോണസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ 2ഉം 6ഉം 10ഉം ചേരുന്നതാണ്. അതായത് ഒരുവൻ്റെ ജാതകത്തിൽ 2ഉം 6ഉം 10ഉം ഭാവങ്ങൾ തമ്മിൽ, അതിൻ്റെ അധിപന്മാർ തമ്മിൽ ബന്ധം നല്ല രീതിയിൽ നിലനിർത്തിയാൽ സാമ്പത്തിക സ്രോതസ് ആരംഭിക്കുന്ന സമയം വരെ, ഒരിക്കൽ ആരംഭിച്ചാൽ അത് അവൻ്റെ ജീവിതാന്ത്യം വരെ നിലനിൽക്കും. നല്ല രീതിയിൽ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കും. സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. ഇതാണ് അതിൻ്റെ നേട്ടം. എന്തുകൊണ്ടാണെന്നറിയോ? സ്ഥൂലമെന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡിയാണ്. ഈ ഫിസിക്കൽ ബോഡിയും കൊണ്ടാണ് നമ്മൾ ഓരോന്നും അനുഭവിച്ചറിയുന്നത്. ഈ ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് സ്ഥൂലവും സൂക്ഷ്മവും, അപ്പോൾ എനർജി ബോഡി, അത് വാസനയാണ്. കവിക്കുണ്ടാകുന്ന വാസന, കവിക്ക് എങ്ങനെ അത് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുണ്ടോ? ഇല്ല. അത് ഒരു എനർജിയാണ്. അതിനെ പാസ്റ്റ് ലൈഫ്, ജ്യോതിശാസ്ത്രത്തിൽ 5ാം ഭാവത്തിൽ പ്രജ്ഞാമേധാ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനുജ. അപ്പം ഇതിനകത്ത് പുരാതനം അല്ലെങ്കിൽ പൂർവ്വജന്മത്തെക്കുറിച്ചാണ് പലരും പറയുക. പക്ഷെ പൂർവ്വജന്മമൊന്നും 5ാം ഭാവത്തിലില്ല. മറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ജന്മങ്ങളുടെയും സ്മൃതി ആ 5ാം ഭാവത്തിലുണ്ടാവും. വേണമെങ്കിൽ വേറൊരു വിധത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വിളിക്കാം. അത് നമ്മൾ ഇന്ന് പലയിടത്തും തെളിയിക്കപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ജന്മങ്ങളുടെയും പ്രവർത്തികളും അതിൻ്റെ ഗുണദോഷങ്ങളും എല്ലാം കളക്റ്റഡ് ആണ്. സ്വാഭാവികമായിട്ടും വാസനയും അവിടെ വരും. ഈ വാസന ഒരാളിലേക്ക് എത്തിച്ചേരുന്നത് സബ് കോൺഷ്യസ് മൈൻഡ്, അത് 5ാം ഭാവത്തിൽ നിന്നാണ്, സൂക്ഷ്മ ശരീരത്തിൽ നിന്നാണ്. അപ്പോൾ കാരണ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി ഈ പ്രകൃതിയിലുള്ളതെല്ലാം അവിടെ ഡെപ്പോസിറ്റഡ് ആണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് ദൈവം അല്ലെ പരബ്രഹ്മം ഇരിക്കുന്നുണ്ട്. ആ കണക്ഷൻ അങ്ങനെയാണെന്ന്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ഥൂല ശരീരത്തിന് സൂക്ഷ്മ ശരീരവും അതുപോലെ തന്നെ കാരണ ശരീരവുമായിട്ട് ഇതൊരു ട്രയാങ്കിളാണ്. ഒരു ട്രയാങ്കിളാണ്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതലും എനർജി ഹോൾഡ് ചെയ്യുന്നത് സർക്കിളിനകത്താണ്. അത് കഴിഞ്ഞാലോ ട്രയാങ്കിളിനകത്താണ്. അതെങ്ങനെ? ഇതൊരു കണക്ഷനാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി ഹോൾഡ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങളെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് എനർജി ജനറേറ്റ് ചെയ്ത് എമിറ്റ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എനർജി കുറയുമല്ലോ. സർക്കിളിന് എവിടെ ജനറേറ്റ് ചെയ്യും, എവിടെ തീരും, ഇതുവഴി എമിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലേ? ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ട്രയാങ്കിൾ പിന്നെ ഏറ്റവും കുറഞ്ഞ ഇന്റർസെക്ഷൻസ് പോയിന്റ്സ് ഉള്ളത് ട്രയാങ്കിളിനാണ്. 3 പോയിന്റേ ഉള്ളൂ. അത് നിർബന്ധമായിട്ടും സ്ഥൂലം സൂക്ഷ്മം കാരണത്തിന് കണക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. വേറെ ഏത് ഷേപ്പിനാണ് പിന്നെ ഏറ്റവും കുറഞ്ഞ ഇന്റർസെക്ഷൻസ് ഉള്ളത്? അത് കഴിഞ്ഞാൽ പിന്നെ സ്ക്വയർ വരും, റെക്ടാങ്കിൾ വരും, പിന്നാണ് ഹെക്സഗൺ, അങ്ങനെ പോകുന്നത്. അപ്പം സർക്കിളാണ് ഏറ്റവും എനർജിയെ ഹോൾഡ് ചെയ്യുന്നത്. സ്പെറിക്കൽ സൈസ്, ഈ തലമണ്ട ഏകദേശം ആ ഒരു സൈസിലുള്ളത്. ഈ പ്രകൃതിയിൽ കാണുന്ന ഭൂഗോളം റൗണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ തലത്തിലേക്കൊക്കെ പോകുമ്പം ഒരു മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കാല് പൂട്ടിയിരിക്കുന്ന ഏത് ഷേപ്പിൽ വരും? ട്രയാങ്കിൾ ഫേസിൽ വരും. ഈ പ്രകൃതിയിൽ ഏറ്റവും കൂടുതലും എനർജി പ്രോസസ്സ് ചെയ്യുന്ന തലത്തിലേക്ക് പോകുമ്പം സർക്കിൾ എന്ന് പറയുന്നത് ഭൂഖണ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ പ്രപഞ്ചമണ്ഡലത്തിൻ്റെ മൊത്തം എനർജിയെയാണെങ്കിൽ മനുഷ്യ തലത്തിലോ ജന്മമെടുക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ട്രയാങ്കിളാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ഈ സ്ഥൂലത്തിൻ്റെയും സൂക്ഷ്മത്തിൻ്റെയും കാരണത്തിൻ്റെയും ടോട്ടൽ കണക്ഷൻ എത്ര % ഉണ്ട് എന്നുള്ളതാണ് ജാതക പ്രകാരം കണ്ടെത്തേണ്ടത്. ഇനിയും വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂലം ഫിസിക്കൽ ബോഡിയാണല്ലോ. ഈ ഫിസിക്കൽ ബോഡിയിൽ ജീവൻ ഇരിക്കണമെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലുള്ള എനർജിയും അതിനകത്തെ വായുവും പ്രാണനും വേണോ? അപ്പൊ സ്ഥൂലവും സൂക്ഷ്മവും തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതായാൽ, പക്ഷെ കാരണം കണക്ട് ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോഴേ വിടൂല, ആള് കോമ. ബോധവും വാസനയല്ല ഇവിടെയാ ഉള്ളത്, അത് വർക്കിംഗ് അല്ല, അങ്ങോട്ടുള്ള റിലേ കട്ടായി പോയി. പക്ഷേ കാരണമെന്ന് പറയുന്നതായിട്ടുള്ള കണക്ഷൻ സ്ഥൂലത്തിനുണ്ട് എങ്കിൽ അത് ആള് ജീവനോടെ ഉണ്ട്, പക്ഷെ കോമ സ്റ്റേജിലാണ്.
ഇനിയും സ്ഥൂലം സൂക്ഷ്മവും കണക്ഷനാണ്, കാരണം കട്ടായി. അങ്ങനെ കട്ടാവോ? പിന്നെന്താ, അപ്പൊ ആളി കത്തുപോയി. ഇനി സ്ഥൂലം ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്താലും ആള് മരിച്ചില്ലേ? അപ്പൊ സ്ഥൂലം ഡെഡായി പോയി, പക്ഷെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിലേക്ക് പ്രോപ്പറായിട്ടുള്ള പവർ സപ്ലൈ എത്താതാവുമ്പോഴാണ് ഇനാക്റ്റീവ് സ്റ്റാറ്റസുകൾ ഉണ്ടാവുന്നത്. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.